കൗൺസിലിലെ ഡോക്ടർ സജി ഗോപിനാഥന്റെ നിയമനം ചട്ടവിരുദ്ധമെന്ന പരാതി. ഗവർണറുടെ അനുമതി കൂടാതെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ഡിജിറ്റൽ സർവകലാശാല VC-ക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം കൂടി ശക്തമാവുകയാണ്. വിവരങ്ങൾ നൽകാൻ വീണ ചേരുന്നുണ്ട്. വീണ, ഈ പരിസ്ഥിതി കൗൺസിലിലെ ഡോക്ടർ സജി ഗോപിനാഥിന്റെ നിയമനം എങ്ങനെയാണ് ചട്ടവിരുദ്ധമാകുന്നത്? അതും ഗവർണർ അറിയാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു നിയമനം സാധ്യമാകുന്നത്? അശ്വതി, രോഹിണി, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ ഒരു ചുമതല ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വൈസ് ചാൻസലർ ചുമതല ഡോക്ടർ സജി ഗോപിനാഥിനാണുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അധിക ചുമതല കൂടിയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ചുമതലയാണ് സജി ഗോപിനാഥിന് നൽകിയിരിക്കുന്നത്. അധിക ചുമതല നൽകിയാണ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷേ VC ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സർവകലാശാലയുടെ മുഖ്യ അധികാരിയായിട്ടുള്ള ഗവർണറുടെ അനുമതി കൂടാതെ സർക്കാരാണ് ഇത്തരത്തിലുള്ളൊരു ചുമതല കൂടി നൽകിയിരിക്കുന്നത്. ഈ ചുമതല നൽകിയതിലാണ് അത് ചട്ടവിരുദ്ധമാണെന്നും ഒപ്പം തന്നെ ആ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് കൂടി പറയുന്നുണ്ട്. ഈ ഒരു അധികമായിട്ട് നൽകിയിരിക്കുന്ന പദവിയിലേക്ക് പരിഗണിക്കുന്നവർക്ക് ശാസ്ത്ര അല്ലെങ്കിൽ സാങ്കേതിക വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനായിരിക്കണം എന്നുള്ളൊരു നിബന്ധന കൂടിയുണ്ട്. ഡോക്ടർ സജി ഗോപിനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാലിക്കറ്റ് MMA നിന്ന് മാനേജ്മെൻറ്റ് പ്രൊഫസർ ആയിട്ടാണ് അദ്ദേഹം ചുമതലയുള്ളത്. അദ്ദേഹം അത്തരത്തിലുള്ള സേവനമാണുള്ളത്. അദ്ദേഹത്തിന് ഒരു ശാസ്ത്രജ്ഞനല്ല. അത്തരത്തിൽ യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ആ യോഗ്യതകൾ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഒരു ചുമതലയിലേക്ക് എങ്ങനെയാണ് നൽകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത്. അതിനാൽ തന്നെ അധിക ചുമതല നൽകിയിരിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ഒപ്പം തന്നെ സർവകലാശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചുമതല നൽകേണ്ടത് ഗവർണറാണ്. ആ ഗവർണറുടെ അനുമതി കൂടാതെ സർക്കാർ ഇത്തരത്തിലുള്ളൊരു ചുമതല നൽകിയിരിക്കുന്നത് തീർച്ചയായും അതിൽ ഗവർണറുടെ ഇടപെടൽ വേണം. അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി പറയുന്നത്. കൂടാതെ സമാനമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ VC-യുടെ നിയമന അധികാരിയായി ഗവർണറുടെ അനുമതി കൂടാതെ സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ചുമതല നൽകിയതിലും അതുമായി ബന്ധപ്പെട്ട് എത്തരത്തിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്തിയത്, സജി ഗോപിനാഥ് അതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാകും നൽകുക എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സേവ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. കൂടാതെ സമാനമായിട്ടുള്ള സംഭവങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് സിസ തോമസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ച ഡോക്ടർ സിസ തോമസിന് അധിക ചുമതല നൽകിയെന്ന പേരിൽ സർക്കാർ നിയമ പോരാട്ടം നടത്തിയൊരു സാഹചര്യമുണ്ട്. ആ സർക്കാരാണ് ഇത്തരത്തിൽ വഴിവിട്ടൊരു ചുമതല അല്ലെങ്കിൽ വഴിവിട്ടൊരു നീക്കം നടത്തിക്കൊണ്ട് ഡോക്ടർ സജി ഗോപിനാഥിന് ഒരു ചുമതല നൽകിയിരിക്കുന്നത്. അതും VC-യുടെ അറിവില്ലാതെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ളൊരു ചുമതല നൽകിയിരിക്കുന്നത്. അതിലാണിപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അശ്വതി, ശരി വീണ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ചട്ടവിരുദ്ധമായ നിയമനം, അതിൽ ഇപ്പോൾ ഗവർണറുടെ അനുമതി കൂടാതെയാണ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാല VC-ക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വരും മണിക്കൂറിൽ ഈ വാർത്ത വലിയ രീതിയിൽ വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഇനി നമുക്ക് കോഴിക്കോടേക്ക് ഒന്ന് പോകണം, അല്ലേ? അതെ, കാരണം നമ്മുടെ പലപ്പോഴും ഈ ആരോഗ്യ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് കൂടുതലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാകും. അത്തരം പദ്ധതികളൊക്കെ എത്രത്തോളം നടപ്പിലാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്.